ചെന്നൈയിലെ എയർപോർട്ടിൽ വന്നപ്പോ ആ സാധാരണ ധ്യാൻ ചേട്ടനെ കാണുന്ന സമയത്തൊക്കെ മുണ്ടും ഷർട്ടാണ് ഏറ്റവും കൂടുതൽ ഞങ്ങളൊരു സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ കാണാറില്ല. ഒരു സാധാരണ ഒരു നടൻ നടന്നു പോകുമെന്ന് പറഞ്ഞ പോലെ. അപ്പോൾ നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെ കരിപ്പൂർ എയർപോർട്ടിൽ അങ്ങനെ ആരെങ്കിലും കണ്ടിട്ട് ഏതെങ്കിലും മുണ്ടിന്റെ ബ്രാൻഡ് അംബാസഡർ ധ്യാൻ ചേട്ടനെ കൂട്ടിയിട്ടുണ്ടോ? ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് വെച്ചു. ഞാൻ ഫ്ലൈറ്റിൽ പോകുമ്പോ ഈ പാന്റ് ഇട്ടിട്ടാ പോവാറ്. അതുകൊണ്ട് ആ ഭാഗത്ത് പോകുമ്പോ കണ്ടിട്ട് അല്ല ഓണം അല്ല ജയറാമേട്ട ചെന്നൈ എയർപോർട്ടിൽ നമ്മളെ സാധാരണ ജയറാമേട്ട എപ്പോഴും ധ്യാൻ ചേട്ടനെ പോലെ മുണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ട് എപ്പോഴും പോകുള്ളൂ. അപ്പോൾ രാമരാജിന്റെ മുതലാളി ജയറാമേട്ട കണ്ടപ്പോ ഞങ്ങളെ ബ്രാൻഡ് അംബാസഡർ ആവുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓണൊക്കെ കഴിഞ്ഞല്ലോ. അപ്പൊ ഞാൻ ആരെങ്കിലും അങ്ങനെ ഒരു ധ്യാൻ ചേട്ടനോട് അങ്ങനെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? നിങ്ങൾ മുണ്ടിട്ടുള്ളത് ഇഷ്ടം എന്താ? എനിക്കിപ്പോ ആവശ്യത്തിന് പരസ്യം ഉണ്ട്. അറിയോന്നോ? നമ്മൾ അറിയോന്നോ? ധ്യാൻ ചേട്ടന് ഏറ്റവും ജെന്യൂൻ ആയിട്ടുള്ള ഒരു റിവ്യൂവർ ശ്രീനിവാസൻ സാറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഈ സിനിമ ജെന്യൂൻ ആയിട്ട് അതെ അങ്ങനെ പറയാം. അപ്പം അദ്ദേഹം ഈ സിനിമ കാണുന്നതിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞു? ഈ സിനിമയെ പറ്റി സംസാരിച്ചിരുന്നോ? ഇല്ല ഞാൻ കുറച്ച് ദിവസമായി വീട്ടിൽ പോയിട്ട്. അപ്പൊ ഞാൻ ഷൂട്ടിലായിരുന്നു പാലക്കാട്. അപ്പൊ അതുകൊണ്ട് കുറച്ച് മാസമായി, ഒരു 1.5 മാസമായി കണ്ടിട്ട്. ഓണത്തിനൊന്ന് കണ്ടു ജസ്റ്റ്. അതിനെ കുറിച്ച് സിനിമയൊന്നും ഞങ്ങൾ പൊതുവെ ഞങ്ങളെ ചർച്ചാ വിഷയമല്ല. ഇഷ്ടം പോലെ അല്ല അങ്ങനൊന്നുമില്ല. അത് ഉറപ്പായിട്ട് ആഗ്രഹം വരാം. ആഗ്രഹം നമുക്ക് ഇഷ്ടമായിരുന്നു. ധ്യാൻ ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ആസ് ആൻ ആക്ടർ. പിന്നെ കൂടെ അഭിനയിച്ചപ്പോ അല്ല അഭിനേതാവ് എന്നത് എനിക്ക് ഇഷ്ടം തന്നെ. പക്ഷെ കൂടെ അഭിനയിച്ചപ്പോ വ്യക്തി എന്ന നിലയിലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്കെപ്പോ എല്ലാ കാര്യത്തിനും എന്തെങ്കിലുമൊക്കെ ചോദിച്ചാലൊക്കെ മറുപടിയൊക്കെ തരും. പിന്നെ ഞങ്ങൾ ഈ പടം നന്നായി വന്നപ്പോ എനിക്ക് കൺഗ്രാജുലേഷൻസ് മൈ ബോയ് എന്നൊക്കെ നമ്മൾ ഹിറ്റ് അടിച്ചിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഹിറ്റ് അടിക്കുന്ന മനുഷ്യനാ ആലോചിച്ചു. എല്ലാ പടവും ഹിറ്റാ അല്ലേ? അപ്പൊ ഇതും ഇത്രയും സിനിമകൾ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ എപ്പോഴും സിനിമ, നമ്മളൊക്കെ സിനിമ വരുന്ന സമയത്ത് താഴെ എഴുതി കാണുന്ന ഒരു, നേരത്തെ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ലുക്കുവിന്റെ ഒരു ജേണി. അപ്പൊ അതിൽ അവൻ എന്നോട് പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞാൻ പിന്നെ പൊക്കി പറഞ്ഞതാണ്. അപ്പൊ അതിനകത്ത് എപ്പോഴും ആൾക്കാർ പറയുന്ന ഒരു കാര്യം, ഇവിടെ കഴിവുള്ള കുറെ പേര് പുറത്തുണ്ട് അല്ലെ, ഒരുപാട് പേര് പുറത്തുണ്ട്. ഇവരെയൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ടുവരണം മലയാള സിനിമ. അങ്ങനെ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധാരണ ആൾക്കാരുടെ നിന്ന് വന്ന ഒരാളാണ് ലുക്ക്. മനസ്സിലായി? അത് ചെറിയ കാര്യമൊന്നുമല്ല. ഇങ്ങനെ ഇൻഡസ്ട്രിയിൽ പ്രത്യേകിച്ച് നെപ്പോട്ടിസത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന ഫ്ലാഗ് ബെയറേഴ്സ് ആയ വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള പലരും ഇവിടെ മറ്റേ കൊടികൊത്ത് വാഴുന്ന ഇൻഡസ്ട്രിയിലാണ് ലുക്കുവിനെ പോലെ ഒരാള് കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ ചെയ്ത്. അപ്പൊ പണ്ട് ഇവൻ എന്നോട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നടന്മാരുടെ ഒക്കെ ഇതിനകത്ത് താഴെ ഇവൻ കമന്റ് ഇടും. ഏത് ഹായ് ഇല്ലടാ അവരെ ഫോട്ടോന്റെ താഴെ എല്ലാം എന്തെങ്കിലും ഇടുമ്പോ താഴെ സൂപ്പർ അങ്ങനെ ലൈക്ക് കിട്ടിയിട്ടില്ലേ മെസ്സേജ് അയക്കുക. ഹാപ്പി ബർത്ത്ഡേ പറയും 12 മണിക്ക്. അപ്പൊ പെട്ടെന്ന് റിപ്ലൈ. അപ്പൊ അവിടുന്ന് ആലോചിച്ചോക്കെ അവിടുന്നൊക്കെ ശ്രദ്ധ പിടിച്ച് ആൾക്കാരെ സംസാരിച്ച് അങ്ങനെയുള്ള സൗഹൃദങ്ങളിൽ നിന്നും ബന്ധങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അങ്ങനെയുള്ള കൂട്ടായ്മയിൽ നിന്നുമാണ് ഇവരുടെ സിനിമകളൊക്കെ ഉണ്ടായിട്ടുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ അവിടുന്ന് ഇപ്പൊ എല്ലാരും പറയും നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളില്ല, നമ്മുടെ കൂടെ പുറത്ത് കഴിവുണ്ട്. പുറത്ത് കഴിവുള്ള ഒരാൾ വന്നിട്ട് ഇന്നലെ ഹിറ്റ് അടിച്ച് സിനിമ ചെയ്യുമ്പോ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഇപ്പൊ സിനിമ കാണുന്നുണ്ടോ? കണ്ടേ? കണ്ടു, കുറച്ചു ശാന്തിമാമനെ ഇപ്പൊ കാണുമ്പോ എന്റെ മനസ്സിലൂടെ ഓടുന്നത് മരുഭൂമിയില് മഴയായിരിക്കും. ലാലേട്ടന്റെ പിൻഗാമി എന്നുള്ള സിനിമയിലെ ഒരു താരാട്ട് പാട്ടാണ് വെണ്ണിലാവോ ചന്ദനമോ എന്നുള്ള പാട്ട്. അതുപോലെ ഒരുപാട് നല്ല ഡെപ്ത് ഉള്ള പാട്ടുകളിൽ സിനിമയുടെ ഒരു നിർണായക സമയത്ത്
വരുന്ന നല്ല ഡെപ്തുള്ള പാട്ടുകളിൽ അഭിനയിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അത്തരം പാട്ടുകളിൽ അഭിനയിക്കുമ്പോൾ, പ്രത്യേകിച്ച് നല്ല നല്ല പാട്ടുകളിൽ അഭിനയിക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പൊ ഈ സിനിമയിൽ തന്നെ ഒരു ഹിന്ദി സോങ് ഉണ്ട്, അത് യൂട്യൂബിൽ വളരെ വലിയ ഹിറ്റാണ്. വിജയരാഘവൻ സാറിന്റെ ഒപ്പമുള്ള ഗോവിന്ദ് വസന്തയുടെ ഒരു സോങ്. യെസ്, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് ആണ്. ഈ മ്യൂസിക് വരുമ്പോൾ, പാട്ട് വരുമ്പോൾ ഇത്രത്തോളം മനോഹരമായിട്ട് അഭിനയിക്കാൻ പറ്റുന്നത് മ്യൂസിക്കിനോട് പ്രത്യേകിച്ച് എന്തെങ്കിലും താല്പര്യമുള്ളതുകൊണ്ടാണോ? ഇല്ല, അഫ്കോഴ്സ് പാട്ട് എന്ന് പറയുന്നത് ചെറുതിലെ ഞാൻ 4 കൊല്ലം കർണാട്ടിക് മ്യൂസിക് പഠിച്ചതാണ് ഞാൻ. സോ നാച്ചുറലി ചെറുതിൽ മുതൽ എനിക്ക് മ്യൂസിക്കിനോട് വലിയ താല്പര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനേക്കാളും കുറച്ച് താല്പര്യം കൂടുതൽ ഡാൻസിനോട് ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാം ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഡാൻസിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷെ അതിനുശേഷം കുറേ പാട്ടുകൾ എനിക്ക് അത് ഹെൽപ്പ് ചെയ്തു അഭിനയിക്കുമ്പോഴൊക്കെ. പക്ഷേ ആക്ച്വലി മോസിൻ നമ്മൾ പാട്ടൊന്നും വെച്ചിട്ടല്ല ആ ഷോർട്സ് എടുത്തത്, പാട്ട് അതിന് ശേഷമാണ് വന്നത്. എനിക്ക് തോന്നുന്നു ഗോവിന്ദ് എൻ്റെ എക്സ്പ്രഷൻ കണ്ടിട്ടായിരിക്കും ആ പാട്ട് ഉണ്ടാക്കിയത്. ആ പാട്ട് ആക്ച്വലി ഒരു ഒപ്പന പാട്ട് എന്നുള്ള രീതിയിലായിരുന്നു ആദ്യം നമ്മൾ കൺസീവ് ചെയ്തിരുന്നത്. അവിടെ പ്ലേ ചെയ്തിരുന്ന ഒപ്പന പാട്ടായിട്ടല്ലായിരുന്നു. പിന്നെ അതിന്റെ ഫുട്ടേജ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇമ്പാക്ട്ഫുൾ ആയിട്ടുള്ള ഫുട്ടേജ് ആയിട്ട് തോന്നി. അപ്പൊ അത് ഒപ്പന പാട്ടിൽ ഒതുക്കാതെ ഒരു പ്രോപ്പർ സോങ് ആക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടെന്ന് ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അത് പിന്നെ അതൊരു ഹിന്ദി പാട്ടായി വരികയും ചെയ്തു. അത് വളരെ ഒരു ബ്യൂട്ടിഫുൾ സോങ്. ഇൻഫാക്ട് നമ്മൾ കുറെ വീഡിയോസും പിന്നെ കണ്ടു. ഒത്തിരി പേര് ദേ ഹാവ് ലൈക്ക് റിയൽ ലൈഫിൽ അവർ അതിന് ഉൾക്കൊണ്ട് ആ ഒരു നല്ല ഭംഗിയുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ട് ഹൗ ദേ റിയലി ആ മീനിങ് ഒക്കെ എന്താ പറയുക അവർക്ക് ഇഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട് ആ വീഡിയോസൊക്കെ. സോ സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് ഷോർട്സ് മോണ്ടാജ് പോലെ എടുത്തിട്ടേ ഉള്ളൂ. ഡയറക്ടർ ഞങ്ങളുടെ അടുത്ത് ജസ്റ്റ് ഈ മഴ ഉണ്ടാവും, ഇങ്ങനെ ഇറങ്ങണം, ഇങ്ങനെ അത്രയും സ്നേഹം ഉണ്ടായിരുന്ന അങ്ങനെ ഉണ്ടാവുന്ന ഒരു കപ്പിളാണ്. സോ ആ ഒരു ദേവരെ മഴ കണ്ടിട്ടില്ല, ഞാൻ കുറേ കാലമായി മറ്റേ മരുഭൂമിയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. അങ്ങനെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് മഴ വരുമ്പോൾ ഇങ്ങനെ കുറേയൊക്കെ മാറ്റി അങ്ങനെ ഒരു ചെറിയ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ കുറേ എന്താ പറയുക ജസ്റ്റ് ഞങ്ങൾ ആസ് സീനിയർ ആക്ടേഴ്സ് എന്നാണോ എന്താണെന്നറിയില്ല, കുറേ ഐ മീൻ ഒരു മോണ്ടാജ് പോലെ എടുത്ത സോങ് ആണ്. ബട്ട് അതർവൈസ് സോങ്സിൽ ഞാൻ ആദ്യ വസന്തമേ പോലത്തെ പാട്ടുകളൊക്കെ വരുമ്പോൾ വീണയൊക്കെ വായിക്കുമ്പോൾ അത് ഐ ട്രൈഡ് മൈ ബെസ്റ്റ് ടു സീ ദാറ്റ് ആ ഒരു കറക്റ്റ് ഇതിൽ നമ്മൾ ഫിംഗേഴ്സ് മൂവ് ചെയ്യുന്നു. കാരണം മറ്റേ ഹൈ ശ്രുതി വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് പോയിടാതെ ഇങ്ങോട്ട് നോക്കണം എന്നൊക്കെ. പക്ഷെ ചില സമയത്ത് അവർ അത് പടം വരുമ്പോൾ അത് വേറെ മ്യൂസിക് ആയിരിക്കും ഇടുന്നത്, അപ്പോൾ തിരിഞ്ഞു പോകും. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മ്യൂസിക്. സോ മേ ബി ദാറ്റ് പ്രൊജക്ട്. ഈ വിഷ്ണു ബ്രോന്റെ ഒരു ഇന്റർവ്യൂല് വിഷ്ണു ബ്രോ മാം ഒരു പാട്ട് പാടി കേട്ടിരുന്നു, ഒരു ഹിന്ദി സോങ്. ഒരു പാട്ട് ഞാൻ ഈ അടുത്ത് കണ്ടതാണ്, ഒരു പാട്ട് പാടില്ലേ? അതെ മാം ഒരു അതെ ഏത് ചാനലാണെന്ന് പോഡ്കാസ്റ്റ് അല്ലേ? അതെ അതെ മാം ഒരു പാട്ട് പാടാവോ? ഒരു പാട്ട് ഈ പടത്തിലെ തന്നെ ഒരു പാട്ട് പാടാം, മറ്റേ ഹിന്ദി പാട്ട് അല്ല ഈ പടത്തിലെ നല്ല ബ്യൂട്ടിഫുൾ ദാസ്താൻ. മാമും കൂടി ചേർന്നൊരു പാട്ട് മമ്മ ഏതെങ്കിലും ഒരു പാട്ട് പാടോ? രണ്ടുപേരും പോഡ്കാസ്റ്റിൽ പാടിയ പാട്ടാണോ? അത് ഹിന്ദി പാട്ടാണ്. എല്ലാരും ചീത്ത വിളിക്കും ഹിന്ദി പാട്ട്. ഇല്ല പാടിക്കണം. लग जा गले के फिर हंसी रात हो न हो, शायद फिर इस जन्म में मुलाकात हो न हो, लग जा